സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. സുറുമിയുടെയും ഹനയുടെയും എക്സാം കഴിഞ്ഞു. മഷൂദ് നിക്കാഹിന്റെ തിരക്കിലും. ഒരാഴ്ച മുമ്പേ നിഹാൽ എത്തിയത് കൊണ്ട് മഷൂദിന് കുറെ ഭാരം കഴിഞ്ഞ പോലെ തോന്നി. അഭിപ്രായം ചോദിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും നിഹാൽ കൂടപ്പറപ്പിനെ പോലെ തന്നെ ഓടി നടന്നു. ഹനയുടെ എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നിഹാൽ ഹനയും ഉമ്മയും കൂട്ടി ഷെറിൻക്ക് ഫംഗ്ഷൻ ഇടാനുള്ള ഗൗണും സഫക്ക് നല്ലൊരു പാർട്ടി വെയറും എടുത്തു. അങ്ങനെ നിക്കാഹിന്റെ ദിവസം വന്നെത്തി. കുടുംബത്തിലെ മുതിർന്ന ആണുങ്ങളും മഷൂദിന്റെ അടുത്ത ഫ്രണ്ട്സും മാത്രമാണ് നിക്കാഹിന് വേണ്ടി പയ്യന്റെ വീടിനടുത്തുള്ള പള്ളിയിലേക്ക് പോയത്. കല്യാണം അടുത്ത വർഷമായതുകൊണ്ട് നിക്കാഹ് ചെറിയ രീതിയിൽ മതിയെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഷെറിനെ ഇതുവരെ സംരക്ഷിച്ച വ്യക്തി എന്ന നിലയിൽ മഷൂദ് വരന്റെ കൈ പിടിച്ചുകൊണ്ട് സാക്ഷികളെയും പണ്ഡിതരെയും മുൻനിർത്തി അങ്ങോട്ട് മഷൂദ് എന്ന എൻ്റെ സഹോദരി ഷെറിൻ ബഷീറിനെ നാലകത്ത് മുഹമ്മദിൻ്റെ മകൻ നിയാസ് അഹമ്മദിന് നിക്കാഹ് ചെയ്ത് കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ വേങ്ങാട് മഷൂദിൻ്റെ സഹോദരി ഷെറിൻ ബഷീറിനെ ഈ സ്വർണ്ണ മഹറാക്കി നിശ്ചയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നിക്കാഹിൻ്റെ ചടങ്ങ് കഴിഞ്ഞു. ശേഷം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിയാസിനെ മഷൂദ് ഇറകെ പുണർന്നപ്പോൾ എൻ്റെ മരണം വരെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന അർത്ഥത്തിൽ നിയാസും ഗാഢമായി മഷൂദിനെ പുണർന്നു. ശേഷം മഹറായി നിശ്ചയിച്ച സ്വർണം വെച്ച ജ്വല്ലറി ബോക്സ് നിയാസ് മഷൂദിനെ ഏൽപ്പിച്ചു. അതിഥികൾക്കായി ഒരുക്കിയ ഭക്ഷണം കഴിച്ചാണ് അവർ മടങ്ങിയത്. അന്ന് രാത്രി തന്നെ പരിപാടി ഉണ്ടായതുകൊണ്ട് വീട്ടിലെത്തിയ ശേഷവും മഷൂദ് തിരക്കിലായിരുന്നു. രാത്രി ചെക്കനും കൂട്ടരെത്തി ഷെറിനെ മഹറണിയിച്ചു. നിയാസിന് അന്ന് അവിടെ അറ കൂട്ടിയ ശേഷമാണ് ചെക്കൻ്റെ കൂട്ടർ മടങ്ങിയത്. പേടിച്ച് കരക്കാനായി വെമ്പി നിൽക്കുന്ന ഷെറിനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച ശേഷം കയ്യിലൊരു ഗ്ലാസ് പാലുമായി ഷെറിനെ അറയിലേക്ക് വിടുമ്പോൾ മഷൂദിൻ്റെ കണ്ണുകൾ എന്തെന്നില്ലാതെ ഈറനണിഞ്ഞു. രാത്രിയുള്ള ഫംഗ്ഷന് നിഹാലിൻ്റെ കൂടെ ഉമ്മിയും ഹനയും വന്നിരുന്നു. അറകൂട്ടർ കഴിഞ്ഞ് ചെക്കൻ്റെ കൂട്ടരും അടുത്ത ബന്ധുക്കളും പോയി കഴിഞ്ഞതിന് ശേഷമാണ് നിഹാൽ പോകാനിറങ്ങിയത്. അതിഥികൾക്കായി നിരത്തി വെച്ചിരിക്കുന്ന കസേരകളിൽ ഒരറ്റത്തായി ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന മഷൂദിനെ കണ്ടപ്പോൾ നിഹാലിന് വല്ലാത്ത വാത്സല്യം തോന്നി. ആ മനസ്സ് മുഴുവൻ കൂടപ്പിറപ്പിൻ്റെ ജീവിതമോർത്തുള്ള ആദിയാണെന്ന് അവനക്ക് അറിയാമായിരുന്നു. ഇറങ്ങുന്നത് പറയാൻ ചെന്ന നിഹാലിനെ ആദിയോടെ പുണർന്ന മഷൂദിനെ നിഹാൽ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. അവർക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഈ ജീവിതം തെറ്റായിരുന്നു എന്ന് എന്തെങ്കിലും അവർ എന്നോട് പറയൂടാ എന്നിടറുന്ന ശബ്ദത്തിൽ മഷൂദ് ചോദിച്ചപ്പോൾ കേട്ടുനിന്ന നിഹാലിൻ്റെ മാത്രമല്ല ഹനയുടെയും ഉമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. അന്ന് ആദിയോടെ ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മഷൂദിൻ്റെ ഉള്ളം നീണ്ട കൺപീടികൾക്കിടയിലൂടെ പെരൽ മീനിനെ പോലെ പിടഞ്ഞുകൊണ്ടിരുന്ന സുർമയിട്ട കണ്ണുകളും അതിൻ്റെ ഉള്ളിലെ മഷിമുറുകും മാത്രമായിരുന്നു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു. ഹനക്കും സുർമയ്ക്കും വിരസതയുടെ നാളുകളായിരുന്നു. വേനലായതുകൊണ്ട് ഒരുപാട് ഫർണിച്ചറുകളുടെ ഓർഡർ കാരണം സൽമാനും ഷെറിൻ്റെ നിക്കാഹിന് വേണ്ടി ഒരാഴ്ച ലീവ് എടുത്തത് കൊണ്ടും നിഹാലിനും ഒഴിവില്ലാത്ത അവരുടെ കൂടിക്കാഴ്ചകൾ ഇല്ലാതാക്കി. അങ്ങനെയാണ് അനയും അവരുടെ കൂടെ തന്നെയുള്ള അഭിരാമി എന്ന ആമിയും കൂടെ എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തത്. ഷെയർ ചെയ്ത് ക്യാഷ് എടുത്തിട്ട് വൈകുന്നേരം ഏതെങ്കിലും കുൾബാറിൽ കയറാൻ അവർ തീരുമാനിച്ചുറപ്പിച്ച പോലെ ടൗണിൽ തന്നെയുള്ള കോഫി ഷോപ്പിൽ അവർ കയറി. മെനു കാർഡ് കയ്യിൽ കെട്ടിയിട്ടും തിരിച്ചു മറിച്ച് നോക്കി കയ്യിലുള്ള ക്യാഷ് വെച്ച് എന്തെല്ലാം ഓർഡർ ചെയ്യുന്നൊക്കെ കണക്ക് കൂട്ടുന്ന ഹനയും ആമിയെയും ഒരു ചിരിയോടെ സുറുമി നോക്കിയിരുന്നു. ടേബിളിൻ്റെ ഒരു വശത്ത് ഹനയും ആമിയും മറുവശത്ത് സുറുമിയുമാണ് ഇരുന്നത്. അവരെ നോക്കിയിരിക്കുന്നതിനിടയിൽ അവരുടെ രണ്ടുപേരുടെയും തലയുടെ ഇടയുടെ ഒരു ടേബിളിനപ്പുറം ഒരു പെൺകുട്ടിയുടെ മറുവശത്തായി ഇരിക്കുന്നയാളെ സുറുമി കണ്ടത്. ആളെ മനസ്സിലായതും അയാൾ അവളെ കണ്ടതും ഒരുമിച്ചായിരുന്നു. ആ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടരുന്നതും മുഖത്ത് വിരിഞ്ഞ കുസൃതി ചിരിയോടെ അയാൾ അടുത്തിരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നതും സുറുമി താളം തെറ്റിയ ഹൃദയമിടിപ്പോടെ കണ്ടു. തുടരും. മുസ്ലിം ആചാരപ്രകാരമുള്ള വിവാഹമാണ് ഞാൻ മേലെ വിവരിച്ചത്. മുസ്ലിം ആചാരപ്രകാരം നിക്കാഹ് എന്നാൽ വിവാഹം ഉടമ്പടിയാണ്. മഹർ എന്നാൽ വരൻ വധുവിന് കൊടുക്കുന്ന ധനമാണ്. മഹർ സ്വർണം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. വധു ആവശ്യപ്പെടുന്ന എന്തും മഹറായി നൽകാൻ വരൻ ബാധ്യസ്ഥനാണ്. ഈയിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വീട് മഹറായി നൽകിയ ദമ്പതികൾ വാർത്തയിൽ വന്നിരുന്നു. നിക്കാഹ് കഴിഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവുമാണ്. അവർ ഒരുമിച്ച് താമസിച്ച ശേഷം നടത്തേണ്ടതാണ് വിവാഹ സൽക്കാരം. അതായത് ക്ഷണിക്കപ്പെട്ടവർക്ക് വരൻ്റെ ചിലവിൽ ചെയ്യേണ്ടതാണ് ആ സൽക്കാരം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ നിക്കാഹ് കല്യാണം വേറെ വേറെ നടത്തുന്നത് അപൂർവമല്ല. നിക്കാഹ് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനും പ്രണയിക്കാനുമുള്ള ലൈസൻസ് കൂടെയാണ്. സാധാരണ നിക്കാഹ് കഴിഞ്ഞാൽ വധു അവളുടെ വീട്ടിൽ തന്നെയായിരിക്കും. വിവാഹ സൽക്കാരത്തോടെ വധുവിനെ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നാട്ടുനടപ്പാണ്. ചുരുക്കത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ സ്ത്രീക്ക് ധനമായി ചില്ലറമായി കൊടുക്കുന്ന രീതി നാട്ടുനടപ്പാണ്. വധു പറഞ്ഞ മഹർ കൊടുക്കേണ്ടതും അവർ ഒരുമിച്ച് താമസിച്ച ശേഷം വിവാഹ സൽക്കാരം നടത്തേണ്ടതും വരനാണ്. വായനക്കാർക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ്. ഇവിടെ നിക്കാഹ് കഴിഞ്ഞ അന്ന് നിയാസ് ഷെറിൻ്റെ വീട്ടിൽ നിന്ന് എന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം സ്വാഭാവികമാണ്. നിക്കാഹ് വെറും വിവാഹ നിശ്ചയമല്ല, അത് വിവാഹം തന്നെയാണ്.